നമ്മൾ വളരെ അപകടകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഈ രാജ്യം. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു 50 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ചെറുമക്കൾ നിങ്ങളോട് ചോദിക്കും, ഓ അപ്പൂപ്പൻ ഈ അമ്മുമ്മ ഈ 2024 ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയുടെ അവസാനത്തെ ഇലക്ഷൻ, അതിൽ നിങ്ങൾ വോട്ട് ചെയ്ത് കാണുമല്ലോ, അതെങ്ങനെയായിരുന്നു ഈ വോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇലക്ഷൻ, എന്താണ് തിരഞ്ഞെടുപ്പ്, ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു തരണം എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ പോകാൻ പാടില്ല. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കണം? ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് അമേരിക്കയിൽ സങ്കീർണമായിട്ടുള്ള ഏത് സിറ്റുവേഷൻ വന്നാലും അവർക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്താണ്? അവർ ചോദിക്കും, വാട്ട് വുഡ് ജീസസ് ഡു? ഈ സിറ്റുവേഷനിൽ ജീസസ് എന്ത് ചെയ്തേനെ? എന്നിട്ട് അത് ആലോചിക്കും. എന്നിട്ട് അതാണ് അവർക്കൊരു മാർഗദർശനം അവർക്ക് തരുന്നത്. ഇന്ന് നമുക്കിവിടെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഡോക്ടർ അംബേദ്കർ ഡു എന്നാണ്. ഈ ഇലക്ഷൻ്റെ ഡോക്ടർ അംബേദ്കർ ഒരു വോട്ടറായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആർക്ക് വേണ്ടി വോട്ട് ചെയ്തേനെ? ഈ സിറ്റുവേഷനെ എങ്ങനെ മനസ്സിലാക്കിയേനെ അദ്ദേഹം? ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇന്ത്യയെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം? ഇവിടെ ഡോക്ടർ അംബേദ്കറും ഡിപ്രസ് ക്ലാസ്സസ് ഉണ്ടാക്കിയ രാഷ്ട്രമാണിത്, വേറെ ആരും ഉണ്ടാക്കിയ രാഷ്ട്രമല്ല. അപ്പം നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ രാഷ്ട്രത്തിനെയാണ് ഇവർ തകർക്കുന്നത്. ഇവരുടെ രാഷ്ട്രത്തിനെ തിരിച്ചു കൊണ്ടുവരികയാണ്, നമ്മളുണ്ടാക്കിയ രാഷ്ട്രത്തിനെ തകർക്കുകയാണ്. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്? അപ്പം നമ്മളോട് ആദ്യത്തെ വലിയൊരു തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ NDA സർക്കാർ വലിയൊരു ജനപിന്തുണയുടെ പുറയിലാണ് നിൽക്കുന്നതെന്നാണ്. ഞാനൊന്ന് ചോദിക്കാം, നമ്മളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനം വോട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത്? 35 എന്ന് പറയുന്നു. വേറെ വല്ല ആൻസർ ഉണ്ടോ? 15%. ഇന്ത്യൻ ജനസംഖ്യയുടെ 15% ടോട്ടൽ വോട്ട്സ് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് 15%. അപ്പം നമ്മുടെ ഈ പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ച് 15% വോട്ടുണ്ടെങ്കിൽ, അത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ജനസംഖ്യയുടെ 15% വോട്ടുണ്ടെങ്കിൽ, അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. നമ്മളെല്ലാം ജനങ്ങളാണ്, എല്ലാവരും വോട്ടർമാരല്ല. ഇപ്പോൾ ഇരിക്കുന്ന പല കുട്ടികളും അവർ പൗരന്മാരാണ്, പക്ഷേ വോട്ടർമാരല്ല. വോട്ടർമാരെല്ലാവരും വോട്ട് ചെയ്യില്ല. പക്ഷേ എല്ലാവരും നമ്മൾ ജീവിക്കുന്നത് ഈ സൊസൈറ്റിയിൽ മനുഷ്യരായിട്ട് ഒരുപോലെ ജീവിക്കുകയല്ലേ. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വോട്ട്, പക്ഷെ അവർക്ക് വോട്ടില്ല. അപ്പോൾ ഈ നമ്മുടെ ജനതയുടെ വെറും 15%. ആ 15%ത്തിൽ ഒരു 10% വെറും സവർണരാണ്. അപ്പോൾ ഈ സവർണരല്ലാത്ത ഒരു 3-4% കൂടുതൽ ആൾക്കാർ ഈ സർക്കാരിന് വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാൻ പോകുന്നുമില്ല. അപ്പോൾ ഇവരുടെ പുറകിൽ വലിയ ജനപിന്തുണ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ പ്രശ്നം ഇവർ ജനപിന്തുണയോടുകൂടി ജയിക്കുന്നു എന്നുള്ളതല്ല. ജനപിന്തുണയില്ലാതെ ഒരു സവർണ കൺസോളിഡേഷൻ മാത്രം ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ രാഷ്ട്രത്തിനെയും ഈ ഭരണഘടനയും തകർക്കുകയാണ്. അതാണ് പ്രശ്നം. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ പിന്തുണ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ചിന്തകൾ കാരണം ഒരിക്കലും ഒരു സവർണ മേധാവിത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു RSS കൂട്ടുകെട്ടിൻ്റെ ഒരിക്കലും അവർക്ക് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല, സാധ്യമല്ല. അതുകൊണ്ട് ജനപിന്തുണയോടുകൂടി ഇവർക്ക് ഈ രാഷ്ട്രത്തിനെയോ ഈ ഭരണഘടനയോ തകർക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്നിവിടെ നടക്കുന്നത് വെറും 15% ജനസംഖ്യയുടെ വെറും 15% ഈ രാഷ്ട്രത്തിനെ തകർക്കുകയാണ്. അതൊരു കൂ നടക്കുകയാണ്, കൂ. ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. ഇതൊരിക്കലും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതായത് ഇവരുടെ അജണ്ട വെറും സവർണ മേധാവിത്വത്തിന് തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പോൾ RSS എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ സവർണ സുപ്രീമസി, അതാണ് RSS, റീറ്റെയിൻ സവർണ സുപ്രീമസി. അതിന് വലിയൊരു സവർണ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് തലത്തിലായാലും
പൊളിറ്റിക്കൽ സ്ഫിയറിലായാലും ബ്യൂറോക്രസിയിലായാലും ജുഡീഷ്യറിയിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും അക്കാഡമിയിലായാലും മീഡിയയിലായാലും സവർണരെല്ലാവരും കൂടെ ഒന്നിച്ച് വന്നിട്ട് തിരിച്ച് സവർണ ആധിപത്യം തിരിച്ച് സ്ഥാപിക്കുകയാണ്. 1947 അവർക്ക് നഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് 1950 നഷ്ടപ്പെട്ട സവർണ ഏകാധിപത്യം അവർ തിരിച്ച് വീണ്ടെടുക്കുകയാണ്. അത് വലിയൊരു കൺസോൾട്ടേഷനാണ്. ഇവിടെ മോദിക്കോ അമിത്ഷായ്ക്കോ അവിടെ ഇരുന്ന് ആരെയും ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അവരുടെ ഒരു കോമൺ കോസാണ്, അവരുടെ ഐഡിയോളജിയാണ്, അവരുടെ സെൽഫ് ഇൻട്രസ്റ്റാണ്. ചാതുർവർണ്ണ്യത്തിനെ തിരിച്ചു കൊണ്ടുവരും. ഇത് മുൻകണ്ടത് ആരാണ്? ഇത് മുൻകണ്ടത് ഇവിടുത്തെ ദളിത് കമ്മ്യൂണിറ്റിയാണ്. ഡോക്ടർ അംബേദ്കറിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിരുന്ന ശ്രീ മുനിസ്വാമി പിള്ളയും ശ്രീ നാഗപ്പയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻ്റ് ആയിരുന്നു. അവർ ഓഗസ്റ്റ് 27 1947 സ്വാതന്ത്ര്യത്തിൻ്റെ 12-ാം ദിവസം അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയോട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോയി, പക്ഷേ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ മനസ്സിൽ ഭയമാണെന്ന് പറഞ്ഞു. ഭയം. കാരണം എന്താണ്? ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ. ഹിന്ദുസ് എന്ന് വെച്ചാൽ അന്ന് നമ്മളാരും ഹിന്ദുസ് അല്ല, അത് വേറൊരു ഇതിലാണ്, അതിലേക്ക് ഞാൻ വരാം. നമ്മൾ ഹിന്ദുസ് അല്ല. ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ. ഹിന്ദു എന്ന് വെച്ചാൽ കാസ്റ്റ് ഹിന്ദുസ്. വിൽ ദേ ബ്രിങ് ബാക്ക് ചാതുർവർണ്ണ്യ, വർണ്ണാശ്രമ ടു ഹാരസ് ദ ഹിന്ദുസ്? വിൽ ദേ ബ്രിങ് ബാക്ക് ഹിന്ദു രാജ്? ഇതവർ മുൻകണ്ടു. ഇതവർ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ആശങ്കയാണ് അവരെ പ്രകടിപ്പിച്ചത്. അതാണ് ഇന്നുണ്ടാകുന്നത്. 12-ാം ദിവസം, സ്വാതന്ത്ര്യത്തിൻ്റെ 12-ാം ദിവസം ഇതവർ മുൻകണ്ടു, നമുക്കൊരു വാർണിംഗ് തന്നു. പക്ഷെ നമ്മളാരും അത് സീരിയസ്ലി എടുത്തില്ല. ഇതിനു മുമ്പ് 1930 ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ബാബാ സാഹേബ് അംബേദ്കർ വ്യക്തമായി പറഞ്ഞു, ഡിപ്രസ് ക്ലാസസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ വ്യക്തമായി പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ഓളിഗാർക്കി. കുട്ടികൾ മനസ്സിലാക്കണം ഈ ഓളിഗാർക്കി എന്നുള്ള വേർഡ് എന്താണ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്. മോണാർക്കി എന്ന് വെച്ചാൽ, മോണോ എന്ന് വെച്ചാൽ ഒന്ന്, ആർക്കി എന്ന് വെച്ചാൽ ഭരണം. ഒരാളുടെ ഭരണമാണ് മോണാർക്കി എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഭരണം. ഓളിഗോസ് എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാർ. അപ്പോൾ ഓളിഗാർക്കി എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാരുടെ ഭരണമാണ് ഓളിഗാർക്കി. ഡോക്ടർ അംബേദ്കർ വളരെ പ്രിസൈസായിട്ട് പറഞ്ഞു, 1930 പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോകുമ്പം ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ മുൻകണ്ടതുപോലെ ഒരു ഓളിഗാർക്കിയാണ്. വെറും 4 സമുദായങ്ങളാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. 3 സമുദായങ്ങളാണ് കേരളത്തിനെ ഭരിക്കുന്നത്. ഒരു സമുദായവും ആ സമുദായത്തിൻ്റെ മക്കളാണെന്ന് ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 സമുദായങ്ങളും. ഇന്ന് വരെ കേരളത്തിൽ തുടക്കം മുതൽ SC റിസർവേഷൻ ഉണ്ടായിട്ടും ST റിസർവേഷൻ ഉണ്ടായിട്ടും ഇന്ന് വരെ കേരളത്തിൽ ഒരൊറ്റ SC ഓർ ST ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. എല്ലാ വർഷവും SC റിസർവേഷനിൽ വരുന്നുണ്ട്, SC ST IASൽ, പക്ഷെ ഒരാളും ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. ആകാൻ ഈ ഓളിഗാർക്കി സമ്മതിക്കില്ല. അതിന് വേണ്ട നടപടികളിലൊക്കെ നേരത്തെ തന്നെ തുടങ്ങും. നമുക്ക് വല്ല അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൻ്റെ ഈ സമയത്ത് ഈ 56 മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഒരൊറ്റ ഈഴവനാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു നാടാർ, അല്ലാതെ വേറെ ബാക്ക്വേർഡ് ക്ലാസ് ആരുമില്ല. പോലീസ് മേധാവിയായാൽ 2 ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, 2 ഈഴവരുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഒരു മലയാളി മുസ്ലിം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. ഒരു മലയാളി മുസ്ലിം കേരളത്തിൻ്റെ പോലീസ് മേധാവി 25 ദിവസത്തേക്കേ ആയിട്ടുള്ളൂ. സുപ്രീം കോടതിയിൽ കേരളത്തിൽ നിന്ന് 2 ദളിത്തും 2 മുസ്ലിംസേ പോയിട്ടുള്ളൂ. ഇന്ന് വരെ ഒരൊറ്റ ഈഴവൻ കേരളത്തിൽ നിന്ന് ഒറ്റ ഈഴവൻ സുപ്രീം കോടതി ജഡ്ജായിട്ടില്ല. ബാക്കി എല്ലാം ഈ 3 സമുദായങ്ങളിലെ ആൾക്കാരാണ്. എല്ലാ പവറും ഏത് സെക്ടറിൽ പോയാലും എല്ലാ നിർണായക താക്കോൽ സ്ഥാനങ്ങൾ അവരുടെ കയ്യിലാണ്, താക്കോൽ അവരുടെ പോക്കറ്റിലാണ്. അപ്പോൾ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ വളരെ വളരെ കൃത്യമായി പ്രവചിച്ചു, മുൻകണ്ടു, ഇതാണ് നടക്കാൻ പോകുന്നത്. അതിനൊരു പ്രതിവിധിയും 2 പ്രതിവിധികൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചു.
അതെന്താണെന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് വെറും ഈ രാജ്യത്തെ 15% ആൾക്കാരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ 85%. ഈ BJPക്ക് വോട്ട് ചെയ്യാത്ത ജനങ്ങൾ ഇവിടെ 85%. ഇന്ന് ഈ ഇലക്ഷൻ വാസ്തവത്തിൽ ഈ സവർണ വേഴ്സസ് അംബേദ്കർ ആണ് ഈ ഇലക്ഷൻ. അംബേദ്കർ ചിന്തയല്ലാതെ ഈ സവർണ ശക്തികളെ, സവർണ ഏകാധിപത്യ ശക്തികളെ നേരിടാൻ മറ്റൊരു പ്രത്യയശാസ്ത്രവും ഇന്ത്യൻ നാഷണൽ ലെവലിൽ നിന്നില്ല. ഞാൻ പലപ്പോഴും പറയും, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ മാർക്സൊക്കെ ജനിക്കുന്നതിന് ഒരു 30 വർഷം മുമ്പാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ളൊരു പ്രയോഗം ഫ്രാൻസിൽ വന്നത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജനപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ. അത് ഫ്രഞ്ച് അസംബ്ലിയിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവർ ജനപക്ഷത്തിലുള്ള ആൾക്കാർ, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർ രാജാവിൻ്റെ പക്ഷത്തിലുള്ള ആൾക്കാർ. അങ്ങനെയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇക്കണോമിക് ലെഫ്റ്റ് ഉണ്ട്. അതായത് ഇക്കണോമിക് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന, അതിനെ ഡെമോക്രറ്റൈസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നെസസറിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് ലെഫ്റ്റ് ഉണ്ട്. പക്ഷെ അത് മാത്രം പോരാ, സൊസൈറ്റിയെ ഡെമോക്രറ്റൈസ് ചെയ്യണം, സോഷ്യൽ സ്ട്രക്ചറിനെ മാറ്റണം. എന്നാലേ ഇക്കണോമിക് റിലേഷൻഷിപ്പ് ഡെമോക്രറ്റൈസ് ചെയ്യാൻ ഒക്കെ ഉള്ളൂ. പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ മാറ്റണം, ഇതെല്ലാം മാറ്റണം എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ നാഷണൽ ലെവലിലെ ചിന്തകൻ ബാബാ സാഹേബ് അംബേദ്കറാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം അനൈലേഷൻ ഓഫ് കാസ്റ്റിലും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ ചേഞ്ചും ഇക്കണോമിക് ചേഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സോഷ്യൽ ചേഞ്ച് ഇല്ലാതെ ഇക്കണോമിക് ചേഞ്ച് പറ്റില്ല എന്ന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അന്നേ പറഞ്ഞു. 1936 പറഞ്ഞു. ഈ അനൈലേഷൻ ഓഫ് കാസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ പ്രസംഗം ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഈ നമ്മുടെ ഇന്ത്യയിൽ ഒരു റൈറ്റ് വിങ് ഉണ്ട്, വലതുപക്ഷമുണ്ട്. അത് ഈ RSS ആണ് അതിൻ്റെ മെയിൻ ഫോഴ്സ്, റീറ്റെയിൻ സവർണ സുപ്രീമസി. അതിനെ ചെറുത്ത് നിൽക്കുന്ന ഇക്കണോമിക് ലെഫ്റ്റും സോഷ്യൽ ലെഫ്റ്റും ഉണ്ട്. പക്ഷേ ഇന്ന് ഇക്കണോമിക് ലെഫ്റ്റ് ഇല്ലാതെയായി. കേരളത്തിൻ്റെ പുറത്ത് വാസ്തവത്തിൽ ഇക്കണോമിക് ലെഫ്റ്റ് ഇല്ല. റീറ്റെയിൻ സവർണ സുപ്രീമസി എന്നുള്ള ആ ഫോഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ ആകപ്പാടെ ഉള്ളത് സോഷ്യൽ ലെഫ്റ്റ് മാത്രമാണ്. ആ സോഷ്യൽ ലെഫ്റ്റിൻ്റെ ഏറ്റവും വലിയ തിങ്കർ ബാബാ സാഹേബ് അംബേദ്കറാണ് നാഷണൽ ലെവലിൽ. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ ഇലക്ഷനിൽ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഐഡിയോളജി മാത്രമാണ് ഇന്ന് ഈ RSS ഐഡിയോളജിയെ റെസിസ്റ്റ് ചെയ്ത് നാഷണൽ ലെവലിൽ നിൽക്കുന്നത്. കേരളത്തിൽ നാരായണ ഗുരുവിനും അയ്യൻകാളിക്കും ഒക്കെ വലിയൊരു റോളുണ്ട് കേരളത്തിൽ. പക്ഷേ നാഷണൽ ലെവലിൽ ബാബാ സാഹേബ് അംബേദ്കർ അല്ലാതെ മറ്റൊരു പ്രത്യയശാസ്ത്രമോ ഒരു ചിന്തകനോ ഇവരെ ഫൈറ്റ് ചെയ്യാനില്ല. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ബാബാ സാഹേബ് അംബേദ്കർ നമ്മളോട് പറഞ്ഞത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വാട്ട് വുഡ് ഡോക്ടർ അംബേദ്കർ ഡു എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായി ആലോചിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് എല്ലാവരും, ഈ സോഷ്യൽ ലെഫ്റ്റിൽ നിൽക്കുന്ന എല്ലാവരും, പിന്നോക്കരായാലും ഷെഡ്യൂൾ കാസ്റ്റ് ആയാലും ഷെഡ്യൂൾ ട്രൈബ് ആയാലും എല്ലാവരും നാഷണൽ ലെവലിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ചിന്തയായിരിക്കണം നമ്മുടെ ഒരു വഴികാട്ടി. അപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ 2 പോയിൻ്റാണ് നമ്മളോട് വളരെ വളരെ കൃത്യമായി പറഞ്ഞത്. ഒന്ന്, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു, പൊളിറ്റിക്കലി നമുക്ക് വേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. അദ്ദേഹം ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പറഞ്ഞു, ഇന്ത്യക്ക് ഡിപ്രസ് ക്ലാസസിന് വേണ്ടത് ഇലക്ഷൻസ് മാത്രമല്ല, റെസ്പോൺസിബിൾ ഗവൺമെൻറ് മാത്രമല്ല, പ്രാതിനിധ്യമുള്ള ഭരണകൂടം വേണം, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം, പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്ന് വലിയൊരു ഡിമാൻഡ് ഇദ്ദേഹം വെച്ചു. അതിൽ ഒരു മെമ്മറാൻഡം, ഡിപ്രസ് ക്ലാസസിന് വേണ്ടി ഒരു മെമ്മറാൻഡം അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസിന് കൊടുത്തു. അതിൽ 8 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, സേഫ് ഗാർഡ്സ് ഉണ്ടായിരുന്നു ഡിപ്രസ് ക്ലാസസ്. ആ 8ൽ 2 പ്രാതിനിധ്യത്തിനെ കുറിച്ചായിരുന്നു. ലെജിസ്ലേച്ചറിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം, പിന്നെ 10 വർഷത്തേക്ക്, അത് കഴിഞ്ഞ് ജോയിൻറ്റ് ഇലക്ടറേറ്റും റിസർവേഷനും വേണം. എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയിലേക്ക് റിസർവേഷനുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല. അദ്ദേഹം പറഞ്ഞു ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്.
ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവിൽ വേണമെന്ന് 1930 അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു, റിസർവേഷൻ എന്നുള്ള വാക്കും അദ്ദേഹം ഉപയോഗിച്ചില്ല, ബാക്ക്വേർഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, ക്ലാസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. അദ്ദേഹം ഉപയോഗിച്ചത് സമുദായങ്ങൾ എന്നാണ്. എല്ലാ സമുദായങ്ങൾക്കും മതിയായ ആനുപാതികമായ പ്രാതിനിധ്യം വേണം, എന്നാലേ ഓളിഗാർക്കി അവസാനിക്കുകയുള്ളൂ. ഓളിഗാർക്കി എന്ന് വെച്ചാൽ 4 സമുദായങ്ങൾ മാത്രം എല്ലാം കൺട്രോൾ ചെയ്യുന്നു. എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ ക്ഷണത്തിൽ ഓളിഗാർക്കി ഇല്ലാതാവുന്നു. എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിലുള്ള നയങ്ങളും നിയമങ്ങളെ സർക്കാർ എടുക്കുകയുള്ളൂ. അതാണ് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ. അത് മുന്നോട്ട് വയ്ക്കുകയും ഇതെങ്ങനെ ചെയ്യും, റിസർവേഷൻ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല. റെഗുലേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇൻ ടു പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സോ ആസ് ടു എൻഷ്യൂർ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. അതായത് പബ്ലിക് എംപ്ലോയ്മെൻറ്റിലേക്ക് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പബ്ലിക് എംപ്ലോയീസാണ്. അതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ ചെയ്യുമ്പോൾ എല്ലാ സമുദായങ്ങൾക്കും മതിയായ ആനുപാതികമായ പ്രാതിനിധ്യമുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിൻ്റെ ഒരു സിസ്റ്റം വേണം. അതിന് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാക്കണം. ഇതൊക്കെ അദ്ദേഹം കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ ലാംഗ്വേജിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് കൊടുത്തു. അത് ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്തു. അതിൽ നിന്നാണ് ആർട്ടിക്കിൾ 16(4) 15 വരുന്നത്. ഈ റിസർവേഷൻ എന്നുള്ള വാക്ക് വന്നു, ബാക്ക്വേർഡ് ക്ലാസ് എന്നുള്ള വാക്ക് വന്നു, അത് ആ കോംപ്രമൈസിൽ വന്നതാണ്. പക്ഷേ പ്യുവറായിട്ട് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ സങ്കല്പം അതല്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെയായിരുന്നു, റെഗുലേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇൻ ടു പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സോ ആസ് ടു എൻഷ്യൂർ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ പറയുന്നത് അദ്ദേഹം നമ്മളോട് പറയുന്നത് പ്രശ്നം ഓളിഗാർക്കിയാണ്. അതിനെ സോൾവ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കലി 2 കാര്യമുണ്ട്. പക്ഷേ പൊളിറ്റിക്കലി നമുക്ക് ഡിമാൻഡ് ചെയ്യേണ്ടത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. ഇതിന് ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് എതിരെയാണ് വാസ്തവത്തിൽ മഹാത്മാഗാന്ധി ഫാസ്റ്റ് ചെയ്തത്. വെറും ഈ ഇലക്ട്രേറ്റിനെതിരെ മാത്രമല്ല, ആ സമയത്ത് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും പലർക്കും സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഉണ്ട്. ബാബാ സാഹേബ് അംബേദ്കർ ഇത്രേ പറഞ്ഞുള്ളൂ, 10 വർഷത്തേക്ക് ഡിപ്രസ് ക്ലാസ്സസിന് കൂടെ വേണം എന്ന് പറഞ്ഞുള്ളൂ. അല്ല, ഡിപ്രസ് ക്ലാസ്സസിന് മാത്രം വേണം എന്നല്ല പറഞ്ഞത്. എന്തിനാണ് ഡിപ്രസ് ക്ലാസ്സസിനെ ഒഴിവാക്കുന്നത്? ഞങ്ങൾക്കും വേണം. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ഇമർജ് ചെയ്യുമെന്ന് പറഞ്ഞു. ഗാന്ധിജി അതിനു വേണ്ടി സ്വന്തം ജീവൻ റിസ്ക് ചെയ്തിട്ട് ഒരു അപകടത്തിലാക്കി ഒരു ഫാസ്റ്റ് ചെയ്തില്ല. ഗാന്ധിജി ഫാസ്റ്റ് ചെയ്തത് പ്രാതിനിധ്യ ജനാധിപത്യത്തിനെതിരെയാണ്. അന്നും ഇന്നും ഈ സവർണ ശക്തികൾക്ക് പല കൊടികളുണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ കാവ്യം, അവരുടെ മനസ്സിൽ മനുവിൻ്റെ മാനവധർമ്മശാസ്ത്രമാണ്. അവരുടെ മനസ്സിൽ ഒരു ഹൃദയത്തിൽ കാവ്യാണ്. പക്ഷേ കയ്യിൽ പല കൊടികളുണ്ട്. ചിലപ്പം തിരങ്ക കാണും, ചിലപ്പം ചുമപ്പ് കാണും, ചിലപ്പം കാവ്യ കാണും, ഇതെല്ലാം കാണും. പക്ഷെ മനസ്സിലിരിക്കുന്നത് ആ കൊടിയായിട്ട് റിലേഷൻഷിപ്പില്ല. അപ്പോൾ ഈ പ്രാതിനിധ്യ ജനാധിപത്യം ഇവർക്ക് വലിയൊരു ഭീഷണിയാണ്. ഈ ഓളിഗാർക്കിക്ക് വലിയൊരു ഭീഷണിയാണ്. അപ്പോൾ അതിൻ്റെ എതിരെ ഒരു അറ്റാക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് കാണുന്നത്. അപ്പോൾ റിസർവേഷനെ എടുത്ത് അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണെന്നും അത് മുമ്പുണ്ടായ ഈ വിവേചനത്തിന് വേണ്ടി ഒരു കോമ്പൻസേഷനായിട്ടാണെന്നും ഒക്കെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചു, തെറ്റായി സംസാരിച്ചു. എന്നിട്ട് നമ്മളെ ഈ റിസർവേഷൻ അട്ടിമറിച്ചു. റിസർവേഷന് ഒരു 12 കണ്ടീഷൻസ് ജുഡീഷ്യറിയിലൂടെ 12 കണ്ടീഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത 12 കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും റിസർവേഷനിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ EWSൻ്റെ കേസിൽ ആർഗ്യൂ ചെയ്തപ്പോൾ സുപ്രീം കോർട്ടിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് റിസർവേഷൻ്റെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. റിസർവേഷൻ ആക്ച്വലി ഒരു ചാദർ പറഞ്ഞ ഐഡിയ ആണ്. എല്ലാ ജോലിയും ഒരാൾക്കാർക്ക് റിസർവ് ചെയ്യണം. നമ്മുടെ ഐഡിയ അല്ല. ഞങ്ങൾക്ക് വേണ്ടത് പ്രാതിനിധ്യമാണ്, സമത്വമാണ്. പ്രാതിനിധ്യമില്ലാത്ത കമ്മ്യൂണിറ്റീസിന് പ്രാതിനിധ്യം കൊടുക്കണം. EWS എന്ന് വെച്ചാൽ അമിത പ്രാതിനിധ്യമുള്ള കമ്മ്യൂണിറ്റീസിന് കൂടുതൽ റിസർവേഷൻ കൊടുക്കുകയാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിക്കുകയാണ്. പ്രാതിനിധ്യത്തിന് എതിരെയുള്ള റിസർവേഷനാണ് EWS. ഒരു പോയിന്റ് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത്, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഓളിഗാർക്കി കൺട്രോൾ ഓഫ് ദി സ്റ്റേറ്റ് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കണമെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം വേണം. അപ്പം നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇത് ഓർക്കണം, നമുക്ക് വേണ്ടത് പ്രാതിനിധ്യമാണ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എടുത്താൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഏത് കാൻഡിഡേറ്റ് വന്നാൽ പ്രാതിനിധ്യം കൂടും, പ്രാതിനിധ്യം ഇല്ലാത്ത
ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നാൽ ഈ സവർണ ഓളിഗാർക്കിയുടെ പ്രാതിനിധ്യത്തിനെ കുറയ്ക്കുക. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം സെൻസസിന് വേണ്ടി കോൺഗ്രസ് സംസാരിച്ചു, കേരളത്തിലല്ല നാഷണൽ ലെവലിൽ സംസാരിച്ചു. പക്ഷേ കേരളത്തിലെ ഇവരുടെ പാനൽ നോക്കിക്കഴിഞ്ഞാൽ 62.5% സവർണരാണ്, 25% ആണ് ബാക്കിയുള്ളവർ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ 25% മാത്രമാണ് അവർണർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട പ്രാതിനിധ്യ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. പക്ഷെ അതിൽ ഈ കാഞ്ചിറാംജി പറഞ്ഞു, ചംച ഏജ് എന്നൊരു ബുക്ക് എഴുതി. ഈ പൂനെ പാക്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഈ നമ്മൾ ഡിപ്രസ് ക്ലാസ്സിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികളാക്കുന്ന ആരാണെന്ന് തീരുമാനിക്കുന്നത് ഈ സവർണരായിരിക്കും. അപ്പോൾ അവരുടെ ചംചാസിന് മാത്രമേ അവർ വെക്കുകയുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വലിയൊരു സോഷ്യൽ റെവല്യൂഷനോടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഒരു തത്വം നമ്മൾ ഓർക്കേണ്ടത് അതാണ്. പ്രാതിനിധ്യ ജനാധിപത്യത്തിനെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ വോട്ടാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം, നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. അതിലൂടെയും മറ്റ് വിധത്തിലും നമ്മൾ എങ്ങനെ ഇത് കൊണ്ടുപോകും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. രണ്ടാമത്തെ പോയിന്റാണ് കുറെ കൂടെ സങ്കീർണമായിട്ടുള്ളൊരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അംബേദ്കർ പറഞ്ഞത് അനൈഹിലേറ്റ് കാസ്റ്റ് എന്നാണ്. അതില്ലാതെ ഈ സൊസൈറ്റിയെ മാറ്റാതെ ഇവിടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്, വേറെ ഒരു മാറ്റവും ഉണ്ടാകില്ല. ഈ സോഷ്യൽ സ്ട്രക്ചറിനെ മാറ്റണം. അത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പോയിന്റാണ്. പക്ഷേ അതേ സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിന്റുമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഏത് അടിസ്ഥാനത്തിലാണ് ഈ ഓളിഗാർക്കി അവരുടെ അധികാരം നിലനിർത്തുന്നത്? ആ ഐഡിയോളജിയുടെ പേരാണ് ഹിന്ദുയിസം. ഹിന്ദുയിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മതമല്ല. 1925 ബാബാ സാഹേബ് അംബേദ്കർ ലണ്ടനിൽ പ്രസംഗിക്കുന്നതിന് ഒരു 5 വർഷം മുമ്പ് നാരായണ ഗുരു പറഞ്ഞു, RSS ഉണ്ടാക്കിയതിൻ്റെ 11ാം ദിവസം നാരായണ ഗുരു പറഞ്ഞു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മതമല്ല. വളരെ ഗുരുവിൻ്റെ ഏരിയ ഓഫ് ഫീൽഡ് ഓഫ് വർക്ക് തോട്ട് ഫിലോസഫി ആൻഡ് റിലിജൻ ആയിരുന്നല്ലോ. അപ്പോൾ അത് വളരെ ആഴമായിട്ട് അദ്ദേഹം ചിന്തിച്ചിട്ട് പറഞ്ഞു ഇത് മതമല്ല എന്ന് പറഞ്ഞു. മതമല്ലെങ്കിൽ എന്താണ്? ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഹിന്ദുയിസം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഡീഹ്യൂമനൈസ് ചെയ്യുക. ഒരു വലിയ 85-90% ആൾക്കാരെ ഡീഹ്യൂമനൈസ് ചെയ്യുക, നമ്മുടെ ഹ്യൂമൻ സ്റ്റേറ്റസിനെ റെക്കഗ്നൈസ് ചെയ്യുക. അതിനുവേണ്ടി വ്യാജമായിട്ടുള്ള ഒരു തിയോളജി ഉണ്ടാക്കുക. പുരുഷ സൂക്തം, ഋഗ്വേദം ഇതിലൊക്കെ വെച്ചിട്ട് ഒരു വ്യാജമായിട്ടുള്ളൊരു തിയോളജി, ജാതി എന്നുള്ളൊരു വ്യാജമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളുടെ മനുഷ്യത്വം ഡിനൈ ചെയ്യുക. അതിനുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്, മതമല്ല. അപ്പോൾ ബാബാ സാഹേബ് അംബേദ്കറും പറയുന്നത് ഈ ഹിന്ദുയിസത്തിനെ ഒന്നുകിൽ റിഫോം ചെയ്യണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം. സഹോദരൻ അയ്യപ്പനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഈ ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. സഹോദരൻ പറഞ്ഞു ലിക്വിഡേറ്റ് ഹിന്ദുയിസം എന്ന് പറഞ്ഞു. അതൊരു മതത്തിനെ ലിക്വിഡേറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഹിന്ദുയിസം? അപ്പം അതിന് പല ഡെഫിനിഷൻസും ബാബാ സാഹേബ് അംബേദ്കർ അതിൻ്റെ ഹിസ്റ്ററി വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ബാബാ സാഹേബ് അംബേദ്കറാണ് ഈ ഹിന്ദുയിസത്തിനെ ഡയറക്റ്റ്ലി നാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ കൺഫ്രണ്ട് ചെയ്തിട്ടുള്ളത് ബാബാ സാഹേബ് അംബേദ്കറാണ്. പക്ഷേ ആ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ആ കോൺസെപ്റ്റിലൂടെയാണ് ഇവർക്ക് ഈ ആധിപത്യം നിലനിർത്താൻ കഴിയുന്നത്. അപ്പോൾ ഈ ഹിന്ദുയിസം എന്ന് വെച്ചാൽ എന്താണെന്ന് ഒരു നല്ലൊരു ഡെഫിനേഷൻ വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്നത് നാരായണ ഗുരുവിൽ നിന്നാണ്. ഈ മതമല്ല എന്ന് പറയുമ്പോൾ നാരായണ ഗുരു പറയുന്നു 11 ആര്യൻ ബ്രാഹ്മണൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു എന്ന് നാരായണ ഗുരു പറയുന്നു. പണ്ട് മതമേ അല്ലായിരുന്നു, പക്ഷെ ഇന്ന് 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങളുടെ പൊതുപ്പേരാണ്. അതായത് സെമിറ്റിക് എന്ന് പറഞ്ഞാൽ 3 മതങ്ങളുടെ പൊതുപ്പേരാണ്, പക്ഷെ അത് മതമല്ല, ഒരു പൊതുപ്പേരാണ്. ആ മതങ്ങളിൽ വിശ്വസിച്ചാൽ മാത്രമേ ആ ഗ്രൂപ്പിൽ നമ്മൾ പെടുന്നു എന്ന് പറയും. ഒരു ഗ്രൂപ്പ് പേരാണ് മതങ്ങളുടെ സെമിറ്റിക് എന്ന് പറഞ്ഞാൽ. അതുപോലെ നാരായണ ഗുരു 11 മതങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞ് ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു. ഈ 11 മതങ്ങൾ ഏതാണ്? ഇദ്ദേഹം പറയുന്നു പൗരാണിക മതം, വൈദിക മതം, ശൈവ മതം, വൈഷ്ണവ മതം,
ദ്വൈതമതം, അദ്വൈതമതം, വിശിഷ്ടാദ്വൈത മതം, ശാക്തേയ മതം, സാഖ്യമതം, വൈശേഷിക മതം, മീമാംസ മതം. 11 മതങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നു. ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണ് ഹിന്ദു മതമല്ല. അപ്പം ഈ 11 മതങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്, സാമാന്യതകളുണ്ട്. സെമിറ്റിക്, ഈ ക്രിസ്ത്യൻ, മുസ്ലിം, ജൂയിഷ് റിലിജൻസ് തമ്മിലും സാമാന്യതകളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാത്ത വൈവിധ്യങ്ങളാണ്. അപ്പോൾ ക്രിസ്ത്യനും മുസ്ലിമും ഒന്നിച്ചാകാൻ ഒക്കില്ല. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് പ്രോഫറ്റിനെ, മുഹമ്മദിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, മുസ്ലിംസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഇറക്കൺസീലബിൾ ഡിഫറൻസസ് ഉണ്ട് അവർ തമ്മിൽ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു റിലിജനിലേ വിശ്വസിക്കാനൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങളിലും ഇറക്കൺസീലബിളായിട്ടുള്ള വ്യത്യാസമുണ്ട്. അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഇതിൽ എല്ലാത്തിലും നമുക്ക് പങ്കൊള്ളാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മതത്തിലേ ഒക്കുള്ളൂ. അപ്പോൾ പക്ഷേ ഈ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളല്ല. നമുക്കവിടെ ഇടമില്ല. നമ്മുടെ അതിൻ്റെ ശാസ്ത്രങ്ങൾ വായിക്കാൻ പാടില്ല, അമ്പലങ്ങളിൽ കയറാൻ പാടില്ല. പൂജാരിമാർ, ഈയിടെ ഹൈക്കോടതി ഞാൻ വാദിച്ച കേസാണ്, വീണ്ടും അഫേം ചെയ്തിരിക്കുകയാണ്, ബ്രാഹ്മണർ മാത്രമേ ശബരിമലയിൽ പൂജാരിമാരാകാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി വീണ്ടും, നമ്മുടെ കേരള ഹൈക്കോടതി വീണ്ടും അഫേം ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കതിൽ ഇടമില്ല, ഒരു ഇക്വാളിറ്റി ഇല്ല. അപ്പം ഇത് നമ്മുടെ മതങ്ങളല്ല. അപ്പം പിന്നെ നമ്മൾ ആരാണ്? നമ്മൾ ഹിന്ദുക്കളല്ല. നമ്മൾ ഈ മതങ്ങളില്ലെങ്കിൽ ഈ പൊതുപ്പേര് നമ്മുടെയാണെന്ന് പറയാൻ ഒക്കില്ല. പിന്നെ നമ്മൾ ആരാണ്? ഗുരു പറയുന്നത് നമ്മുടെ ആധ്യാത്മികത എന്താണ്? ഈ രാജ്യത്തെ 85% ആധ്യാത്മിക തുറന്ന ആധ്യാത്മികതയാണ്. ഈ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാർസി ഇതിൽ പെടാത്ത ജനങ്ങളുടെ ആധ്യാത്മികത, ഈ ഹിന്ദു 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങളിലും പെടാത്ത ആൾക്കാരുടെ ആധ്യാത്മികത വളരെ തുറന്ന ആധ്യാത്മികതയാണ്. എന്താണ് ആധ്യാത്മികത? നമ്മൾ കാണുന്ന എല്ലാത്തിനെയും നമ്മൾ പൂജിക്കും. നമ്മൾ തന്നെ തീരുമാനിക്കും എന്താണ് ദൈവം, ദൈവത്തിൻ്റെ സങ്കല്പം, എവിടെ എവിടെ തൊഴണം, എങ്ങനെ തൊഴണം, എന്ത് ആചാരം വേണം, നമ്മൾ തന്നെ തീരുമാനിക്കും. നമ്മൾ വൈഷ്ണവ ക്ഷേത്രത്തിലും പോവും, ശൈവ ക്ഷേത്രത്തിലും പോവും, ദ്വൈതവും വായിക്കും, അദ്വൈതവും വായിക്കും. ഒരു മോസ്ക് കണ്ടാലും നമ്മൾ തൊഴും, ഒരു പള്ളി കണ്ടാലും തൊഴും, ഗുരുദ്വാര കണ്ടാലും തൊഴും, ബുദ്ധിസ്റ്റ് വിഹാരത്തിലും പോവും. എല്ലാത്തിനോടും തുറന്ന് എല്ലാത്തിലും നമ്മൾ തീരുമാനിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ദൈവത്തിനെ കാണുന്നു, അല്ലാതെ കാണാതിരിക്കുന്നു. നമ്മൾ നിരീശ്വരവാദികളാകാം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആധ്യാത്മികതയാണ് നമ്മുടെ ഉള്ളത്. ഗുരു ഇതിന് യാതൊരു പ്രശ്നവുമില്ല. ഇത് ഒരു വളരെ തുറന്ന ആധ്യാത്മികതയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിൻ്റെ പൊതുപ്പേര് ഹിന്ദു അല്ല. ഹിന്ദു എന്ന് പറയണമെങ്കിൽ ഈ 11 മതങ്ങളുടെ ഒന്നിലായാലേ ഹിന്ദു ആണെന്ന് പറയാൻ ഒക്കുള്ളൂ. അപ്പോൾ ഇതിന് പൊതുപ്പേര് ഇല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ പൊതുപ്പേര് ഇല്ലാത്തത് കൊണ്ടാണ് ഹിന്ദു നമ്മുടെ തലയിൽ വെച്ചത്. അതിലേക്ക് ഞാൻ ബ്രീഫ്ലി വരാം. പക്ഷെ ഗുരു പറയുന്നു, നിങ്ങൾക്ക് പൊതുപ്പേര് വേണമെങ്കിൽ മറ്റൊരു പൊതുപ്പേര് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് മാനവധർമ്മം, മനുഷ്യൻ്റെ ധർമ്മം. മനുഷ്യൻ വ്യക്തിപരമായി നിശ്ചയിക്കുന്ന ഒരു ആധ്യാത്മികത ഓരോ മനുഷ്യനും. അതിൽ സ്വന്തം മതം, അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ബുദ്ധിസ്റ്റ് ആയാലും പാർസി ആയാലും നിങ്ങളുടെ അപ്രോച്ച് ഒരു മാനുഷിക അപ്രോച്ചാണ്. നിങ്ങളുടെ ആധ്യാത്മികത നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുരു പറഞ്ഞ് ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ 11 മതങ്ങളല്ലാതെ മറ്റ് ഒരു മതത്തിനകത്ത് ഇടമില്ല, എല്ലാത്തിനെയും പുറത്താക്കണം. പക്ഷെ നമ്മുടെ ആധ്യാത്മിക എല്ലാവർക്കും തുറന്നു കിടക്കുന്ന ആധ്യാത്മികതയാണ്. അതുകൊണ്ട് അതിന് മറ്റൊരു പൊതുപ്പേര്, മാനവധർമ്മം എന്നുള്ളൊരു പൊതുപ്പേരോ വേറെ ഏതെങ്കിലും ഒരു മതമെന്നോ എല്ലാവരുടെയും മതമെന്നോ എന്തെങ്കിലും ഒരു പൊതുപ്പേര് വേണം എന്ന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ട് ഞാൻ പറയുന്നത്, ഹിന്ദു എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഐഡിയ ആണ്, ഒരു മതമല്ല. മാക്സിമം 11 ആര്യൻ ബ്രാഹ്മണർ, നമുക്കിടമില്ലാത്ത 11 ആര്യൻ ബ്രാഹ്മണ മതങ്ങൾ, ഗ്രൂപ്പ് 11, G11 എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. G20 പോലെ G11 മതങ്ങളുടെ ഒരു പൊതുപ്പേരാണ്. നമ്മളതിൻ്റെ ഭാഗമല്ല. നമ്മുടെ ആധ്യാത്മികത തുറന്നൊരു ആധ്യാത്മികതയാണ്. അതിൻ്റെ ഒരു പേരും ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു പേരിടുക. എന്ത് വേണമെങ്കിലും നിങ്ങൾ തന്നെ, നമുക്ക് തന്നെ പേരിടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഭീം മതം എന്ന് പറയാം. എന്ന് വെച്ചാൽ അത് ആധ്യാത്മികതയാണ്. ബാബാ സാഹിബിൻ്റെ അപ്രോച്ച് അതുപോലെ തുറന്ന ആധ്യാത്മികതയാണ്. മാനവധർമ്മം എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ ഡിസ്റ്റിങ്ഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പൊതുപ്പേര് പിന്നെ നമ്മളുടെ തലയിൽ എങ്ങനെ വന്നു? നമ്മുടെ തലയിൽ വന്നത് സെൻസസിലൂടെയാണ്.
ഈ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് സമുദായങ്ങളെയും മതങ്ങളെയും എല്ലാം സെൻസസിൽ ഉൾപ്പെടുത്തി എല്ലാവരെയും കണക്കെടുക്കുമായിരുന്നു. സവർണ ഭരണം, സവർണ ഓളിഗാർക്കി ഇന്ത്യയിൽ 47 വന്നപ്പോൾ മുതൽ സമുദായങ്ങളെ അതിൽ നിന്ന് മാറ്റി. അവരൊരു സെൻസസിനെ ഒരു പുതിയ ഉദ്ദേശത്തോടുകൂടി ഒരു ഉപകരണമാക്കി മാറ്റി. എന്താണ്? ഹിന്ദു എന്നുള്ളൊരു മതത്തിനെ സൃഷ്ടിക്കണം, നിർമ്മിക്കണം. അതിൻ്റെ ഉപകരണമായി സെൻസസ്. അതുള്ള മതമല്ല, ആ മതത്തിനെ നിർമ്മിക്കുകയാണ്. നിർമ്മിക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ ആൾ വേണം, തിയോളജി വേണം. അപ്പോൾ ആളുകൾ എങ്ങനെ എടുക്കുന്നു? ഈ 6 മതങ്ങൾ, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജെയിൻ, ബുദ്ധിസ്റ്റ്, സിഖ്, ഈ മതങ്ങളിൽ പെടാത്ത ആൾക്കാരെല്ലാം നമ്മൾ ഹിന്ദുക്കളായി കരുതുക. അപ്പോൾ ഈ 1947 മുനിസ്വാമി നാഗപ്പയും പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ അതിലില്ല. ഇപ്പോൾ ബാബാ സാഹിബിൻ്റെ ബുക്കുകളൊക്കെ വായിച്ചാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്, സവർണർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സെൻസസിൽ ഇവരിത് മാറ്റി നമ്മളെ ഹിന്ദുക്കളാക്കി. അത് ബ്രിട്ടീഷുകാരും കുറേ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇവർ 2 കാര്യം ചെയ്തു. ബ്രിട്ടീഷുകാർ നമ്മളെ പലരെയും ഹിന്ദുക്കളാക്കി, നമ്മളെ ഒന്നും ഹിന്ദുക്കളാക്കിയില്ല ബ്രിട്ടീഷുകാർ പോലും. പക്ഷേ ബാക്കി എല്ലാവരെയും ഹിന്ദുക്കളാക്കി. അപ്പോഴത്തേക്ക് ഹിന്ദുവിൻ്റെ നമ്പർ വളരെ വലുതായി. ഹിന്ദു ഒരു ഭൂരിപക്ഷമായി മാറി. ശബരിമലയിൽ മേൽശാന്തി ആവണമെങ്കിൽ നമ്മൾ ഹിന്ദു അല്ല. പക്ഷേ ഒരു വോട്ട് വേണം, അല്ലെങ്കിൽ വലിയൊരു മെജോറിറ്റി വേണമെങ്കിൽ നമ്മൾ ഹിന്ദുക്കളാണ്. ഇന്ന് നമ്മൾ ഹിന്ദുക്കളാക്കിയെന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർ ചെയ്യാത്ത ഒരു കാര്യം കൂടെ ഈ സവർണ ഓളിഗാർക്കി ചെയ്തു. എന്താണ്? നമ്മുടെ സമുദായങ്ങളെ എണ്ണൽ നിർത്തി. ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പം നമ്മൾ ഹിന്ദുവാണ്, സമുദായങ്ങളുമാണ്. പക്ഷേ ഇവിടെ സമുദായങ്ങളുടെ എണ്ണൽ നിർത്തി. ഒരു നല്ലൊരു ഉദാഹരണമുണ്ട്. അതൊരു ഇക്കണോമിക് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ 1991 പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളുണ്ട്. KR നാരായൺ, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതി. അദ്ദേഹം 91 സെൻസസിൽ എന്യൂമറേറ്റ് ചെയ്യപ്പെടാൻ ആരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആകുന്ന സമയമാണ്, ആയിക്കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല, ആ സമയത്താണ്. പക്ഷേ ഇത് റെക്കോർഡിലാണ്. അദ്ദേഹത്തിനോട് ഈ എന്യൂമറേഷൻ ചെയ്തപ്പോൾ കാസ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറവൻ. പക്ഷേ ഡൽഹിയിൽ പറവൻ കാസ്റ്റ് ഇല്ല ഷെഡ്യൂളിൽ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ ഒക്കുന്നില്ല. പക്ഷേ റിലിജൻ ഹിന്ദുവായിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി KR നാരായണനെ ആ സെൻസസിൽ നോക്കിയാൽ അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് അല്ല, അദ്ദേഹം ഹിന്ദുവാണ്. രാജ്യത്ത് എവിടെ പോയാലും ഹിന്ദു കാറ്റഗറി ഉണ്ട് ഉൾപ്പെടുത്താൻ. പക്ഷേ പറവൻ ആ ലോക്കൽ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഹിന്ദു ഒരു ലോക്കൽ ഏരിയയിൽ മാത്രമല്ല, എവിടെ പോയാലും ഹിന്ദു എന്നുള്ള കാറ്റഗറി എണ്ണാൻ സംവിധാനമുണ്ട്. പക്ഷേ പറവൻ എന്നുള്ള കാറ്റഗറി എണ്ണാൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പറവനെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു വ്യക്തി എണ്ണപ്പെടാതെ പോയി. ഈഴവനാണെങ്കിൽ എവിടെയില്ല, ഈ രാജ്യത്ത് എവിടെയും എണ്ണാൻ സംവിധാനമില്ല. 93 വർഷമായി ഈഴവൻ, ധീവരൻ, എഴുത്തച്ഛൻ, ഈ കമ്മ്യൂണിറ്റീസിനെ ഒന്നും എണ്ണീട്ടേ ഇല്ല, എവിടെയില്ല. എന്താണ് അവരുടെ കണ്ടീഷൻ ആർക്കും അറിയില്ല, എത്രയുണ്ടെന്നും ആർക്കും അറിയില്ല. 1921 21% ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴെന്താ പറയുക, ഇപ്പോഴും 21% ഉണ്ട്. അതെങ്ങനെ സംഭവിക്കും? ബാക്കി എല്ലാ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ റിലേറ്റീവ് അല്ലേ. ബാക്കിയുള്ളവരുടെ പെർസെൻറ്റേജ് ഒക്കെ കൂടുന്നു, നമ്പർ കൂടുന്നു, കുറയുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ പെർസെൻറ്റേജ് മാത്രം ഇങ്ങനെ 100 വർഷമായി മാറാതെ ഇരിക്കും. വെറും വ്യാജമാണ്. അപ്പോൾ സെൻസസിലൂടെ നമ്മളെല്ലാം ഹിന്ദുക്കളായി. അതിനിടയിൽ സവർണ മേധാവിത്വമുള്ള ജുഡീഷ്യറി വേറൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? ജുഡീഷ്യറി പറഞ്ഞു ഹിന്ദു എന്ന് വെച്ചാൽ വളരെ വൈവിധ്യമുണ്ട്, വളരെ തുറന്ന ആക്ച്വലി G11 മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുന്നത് എന്താണ്? വളരെ തുറന്ന മതമാണ്, എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷേ സുപ്രീം കോടതി വീണ്ടും വീണ്ടും പറയുന്നു ഹിന്ദു എന്ന് വെച്ചാൽ വേദത്തിൽ റെവറൻസോ വിശ്വാസമോ ഉള്ള ഒരാളാണ്. അതൊരു എസെൻഷ്യലാണ് ഒരു ഹിന്ദു ആകാൻ. അപ്പം നമ്മളോട് ചോദിക്കോ പറയാതെയോ നമ്മൾ ഹിന്ദു സ്വത്വം നമുക്ക് തരുന്നു. നമ്മളോട് ചോദിക്കോ പറയാതെ സുപ്രീം കോടതി പറയുന്നു നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഹിന്ദുക്കൾ ആയ എല്ലാവർക്കും വേദങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു മതമായി. പിന്നെ വേദങ്ങൾ എന്താണ്? ഇവരുടെ ഹോളി ബുക്സ് എന്താണ്? ഭഗവത്ഗീത പെട്ടെന്ന് ഒരു ഹോളി ബുക്കായി. ഭഗവത്ഗീത ആണെങ്കിൽ എന്താണ് അതിൽ പറയുന്നത്? 2 ചാപ്റ്ററിൽ ഈ അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നു. 2 ചാപ്റ്ററിൽ കൃഷ്ണൻ പറയാണ് ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഇതൊക്കെയാണ് നിൻ്റെ ഡ്യൂട്ടി, നീ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് 3ാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയാണ് കിം കർമാണി ഘോരേ മയാം നിയോജയസി കേശവ. അതായത് എന്ത് ഘോരമായിട്ടുള്ള കർമ്മങ്ങളെയാണ് കേശവ നീ എന്നെ
ചെയ്യാനാണ് നീ എന്നെ നിയോജിക്കുന്നത് എന്ന് അർജുനൻ ചോദിക്കുകയാണ്. അപ്പോൾ അർജുനൻ്റെ വാക്കുകളിൽ ഈ കൃഷ്ണൻ്റെ ഉപദേശം എന്താണ്? നീ ഘോര കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് അർജുനൻ തന്നെ പറയുന്നത്, ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത്. ഇതിനൊക്കെ നമ്മുടെ പുസ്തകമാക്കി, അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മുടെ ഹോളി ബുക്കാക്കി മാറ്റുന്നു. ഇത് ഹോളി ബുക്ക് ആരാണെന്ന് തീരുമാനിക്കുന്നതൊക്കെ നാഗ്പൂരിലാണ്. നമ്മൾ അതിനെ ഇങ്ങനെ അനുസരിക്കണം. പിന്നെ ഈ ഹോളി ബുക്ക് നമ്മൾ വാങ്ങിച്ചു വെക്കണം. ഇത് നമ്മുടെ ഓബ്ലിഗേഷൻസേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ചോദിക്കുന്നു പറയുന്നില്ല. അപ്പോൾ പിന്നെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നമ്മുടെ സമുദായങ്ങളെ ജാതികളാക്കി മാറ്റി. ജാതി എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ജന്മരീതി എന്നാണ്. ജൻ പ്ലസ് കത്തിൻ, അതായത് ജന്മരീതി. അതായത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു രീതിയിലാണ് ജനിക്കുന്നത്. അമ്മ പ്രസവിച്ചാണ് ജനിക്കുന്നത്. അല്ലാതെ ചില ആൾക്കാർ അമ്മ പ്രസവിച്ചും ചില ആൾക്കാർ അച്ഛൻ മുട്ടയിട്ടിട്ട് ആ മുട്ട വിരിഞ്ഞിട്ടും അല്ലല്ലോ ഉണ്ടാകുന്നത് നമ്മൾ, അല്ലേ? അപ്പം ഒരു ജന്മരീതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഒരു ജാതി മനുഷ്യന്, അതായത് ഒരു ജന്മരീതി മനുഷ്യന്, ഒരു യോനി, ഒരു ആകാരം, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും. പക്ഷേ ഋഗ്വേദത്തിൽ എന്താ പറയുന്നത്? 4 ജന്മരീതികളുണ്ടെന്നാണ്. അപ്പം 4 ജാതികളാണ്. അപ്പം ഋഗ്വേദമാണ് ജാതി ഉണ്ടാക്കുന്നത് വെച്ചാൽ 4 ജന്മരീതികൾ. ഋഗ്വേദത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളുടെ ജന്മരീതികൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഭൂമി, ആകാശം, പൃഥ്വി, കഴുതകൾ, 2 വരി പല്ലുള്ള കന്നുകാലികൾ, ഇതിൻ്റെ എല്ലാം. അതിൻ്റെ ഇടയിൽ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് എഴുതുന്നു. ഇത് 4 എണ്ണത്തിനെയും ഈ പുരുഷൻ്റെ മുഖത്തു നിന്നും തോളിൽ നിന്നൊക്കെ അറിയാമല്ലോ, തൊടയിൽ നിന്നും കാലിൽ നിന്നെന്ന് പറയുന്നു. അവരുടെ ജന്മരീതി അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ 4 ഇനങ്ങൾ. അപ്പോൾ ഈ 4 ഇനങ്ങൾ 4 ജാതികളാണ്. അപ്പം ഈ 4 ഇവർ മാത്രമാണ് ജാതികൾ. വേറെ ആരും ജാതി വെച്ച് ഇവർക്ക് മാത്രം ജന്മരീതി പറയുന്നുള്ളൂ പുരുഷ സൂക്തം. നമ്മളൊക്കെ മൃതവസ്തുക്കളാണ്. നമുക്ക് ജന്മരീതിയില്ല. ജന്മരീതി ഇല്ലാത്തവർക്ക് ജീവനില്ലല്ലോ. ജന്മത്തിൽ കൂടെയല്ലേ ജീവൻ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മൃതവസ്തുക്കളാണ്. മൃഗങ്ങളുടെയും ജന്മരീതി പറയുന്നുണ്ട്. എല്ലാ മൃഗങ്ങളുടെ എല്ലാം അവർക്ക് ആവശ്യം ഇൻട്രസ്റ്റ് ഉള്ള മൃഗങ്ങളുടെ ജന്മരീതി പറയുന്നു. ബാക്കി മൃഗങ്ങളും മൃതവസ്തുക്കളാണ്. നമ്മളെല്ലാം മൃതവസ്തുക്കളാണ്. ഇതാണ് പുരുഷ സൂക്തത്തിൽ പറയുന്നത്. ഇപ്പോൾ ഈ തിയറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യാജ തിയറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഗുരു പറയുന്നത് എന്താണ്? ഈ ലോകത്ത് ഒരാൾ പോലുമില്ല, മനുഷ്യൻ ഒരു ജന്മരീതിയേ ഉള്ളൂ എന്ന് അറിയാത്ത ലോകത്ത് ഒരാൾ പോലുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴിച്ച്. ഇവർക്ക് മാത്രം ഇത് അറിഞ്ഞുകൂടാ, ഈ ബ്രാഹ്മണാദികൾക്ക്. ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ഈ ജാതി എന്ന് പറഞ്ഞാൽ ജാതി, നമുക്ക് ജാതി ഇല്ലായിരുന്നു, നമുക്ക് വർണ്ണം. അപ്പോൾ വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജാതിയുടെ ഒരു അലങ്കാരമാണ്. ഈ കഴുതയുടെയും കന്നുകാലിയുടെയും ഒക്കെ ഇടയിൽ കിടക്കുന്നതുകൊണ്ട് ഈ 4 ഇനങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുക്കാൻ അവർക്ക് വർണ്ണമുണ്ടെന്ന് ഭഗവത്ഗീത പറയുന്നു, ജന്മനാൽ. അപ്പോൾ വർണ്ണവും ജാതിയും ഇവരുണ്ടാക്കുന്നു. അത് അവരുടെ മാത്രമായിരുന്നു. പക്ഷേ ഈ ജനാധിപത്യം വന്ന് നമ്മളെല്ലാം കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ ഹിന്ദുക്കളാക്കി, നമ്മുടെ സമുദായങ്ങളെ ജാതികളാക്കി, നമ്മളെ പതുക്കെ ശൂദ്രവർണ്ണത്തിലേക്ക് കയറ്റി ലോവർ ശൂദ്രാസ് ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പം നമ്മളെ പെർമനൻ്റ്ലി ഈ ചാതുർവർണ്ണത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ അടിമകളാക്കാനുള്ളൊരു ശ്രമമാണ് ഈ നടക്കുന്നത്. അപ്പം നമുക്ക് ജാതിയില്ല. ഞങ്ങൾ മിസ്റ്റർ ഘോഷും ഡോക്ടർ ജവഹർ ഞങ്ങളൊക്കെ ഒരു മീറ്റിംഗിൽ ഈയിടെ ഡിസ്കസ് ചെയ്തു. അതായത് നമുക്ക് ജാതിയില്ല, നമ്മൾ സമുദായങ്ങൾ മാത്രമേ ഉള്ളൂ. സമുദായങ്ങൾ തമ്മിൽ ശ്രേണീകരണമില്ല. സമുദായം എന്ന് പറഞ്ഞാൽ ശ്രേണീകരണമില്ല. ശ്രേണീകരണം ജാതിക്കും വർണ്ണത്തിലേ ഉള്ളൂ. നമുക്ക് ജാതിയില്ല, വർണ്ണമില്ല, അത് അവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ സമുദായങ്ങളാണ്, നമ്മൾക്ക് ശ്രേണീകരണമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ ഹിന്ദുക്കളാക്കി, നമുക്ക് ജാതി വരുമ്പോൾ തന്നെ നമ്മൾ ഹിന്ദുയിസത്തിൽ പെട്ടുപോകുന്നു. എന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ജാതിയുള്ളൂ. അപ്പം വേറെ ആർക്ക് ജാതിയില്ല. ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജാതിയുള്ളൂ. ജാതി എന്നുള്ള മിഥ്യ അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ വരും. അപ്പം ബാബാ സാഹേബ് പറയുന്നത് ഈ ഹിന്ദു എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ അനൈഹിലേറ്റ് ചെയ്യണം. അതിനെന്ത് വേണമെന്ന് ബാബാ സാഹേബ് വളരെ ക്ലിയർ ആയിട്ട്, അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിലല്ല, അതിനെക്കുറിച്ച് ഈ ഗാന്ധിയുടെ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിനെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കോമെൻറ്റിൻ്റെ റിപ്ലൈ ബാബാ സാഹേബ് എഴുതുന്നു. അതിൽ പറയുന്നു, the principal points which I have tried to make out in my speech may be catalogued as follows. ഞാൻ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറഞ്ഞ മെയിൻ പോയിന്റ് ഇതാണെന്ന് ബാബാ സാഹേബ് സ്വന്തം വാക്കുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. 1. കാസ്റ്റ് ഹാസ് റൂയിൻഡ് ഹിന്ദുസ്. ഈ ചാതുർവർണ്ണ്യം
ഹിന്ദുക്കളെ നശിപ്പിച്ചിരിക്കുകയാണ്. രണ്ട്, ഈ ചാതുർവർണ്ണ്യ the reorganization of Hindu society on the basis of Chaturvarnya is impossible. ചാതുർവർണ്ണ്യത്തിൻ്റെ ബേസിസിൽ ഈ സൊസൈറ്റിയെ റിഫോം ചെയ്തെടുക്കാൻ പറ്റില്ല, ഇന്ത്യൻ സൊസൈറ്റിയെ. മൂന്ന്, ചാതുർവർണ്ണ്യത്തിൻ്റെ ബേസിസിൽ ഈ ഹിന്ദുസ് നിലനിന്നാൽ അത് വളരെ ദോഷം ചെയ്യും ഇന്ത്യക്ക്. ഇറ്റ്സ് ഹാംഫുൾ ഫോർ ഇന്ത്യ. കാരണം അത് സാധാരണ ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാണ്, ഡീഹ്യൂമനൈസ് ചെയ്യാണ്, അവർക്ക് എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യാണ്, അവർക്ക് വെപ്പൺസ് ഉപയോഗിക്കാനുള്ള റൈറ്റ് എടുത്ത് കളയാണ്, അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ മനുഷ്യത്വവും അവരുടെ വ്യക്തിത്വവും ഡിനൈ ചെയ്യാണ്. അതുകൊണ്ട് അത് പറ്റില്ല. 4, ഹിന്ദു സൊസൈറ്റി മസ്റ്റ് ബി റീഓർഗനൈസ്ഡ് ഓൺ എ റിലീജിയസ് ബേസിസ് വിച്ച് വുഡ് റെക്കഗ്നൈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അതായത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഈ തത്വങ്ങളിൽ നിൽക്കുന്ന ഒരു ആധ്യാത്മിക അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കണം. അതാണ് മാനവധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹിന്ദു എന്ന് പറയുന്നത് അതിൽ സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, സ്വാഭിമാനമില്ല, സാഹോദര്യമില്ല. അത് ഈ G11 ഗ്രൂപ്പ് 11 മാത്രം മതമാണ്. അതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികത, ബാക്കി എല്ലാവരുടെയും ആധ്യാത്മികത ഓൾറെഡി ഈ സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വത്തിൽ അധിഷ്ഠിതമാണ്. അതിലേക്ക് നമ്മൾ ആ ബോധം മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മുടെ സൊസൈറ്റി ഈ നമ്മുടെ ആധ്യാത്മികതയിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു ആധ്യാത്മികത നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അതിന് ഭീമൻ മതമെന്നോ മാനവ മതമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ 6 പോയിന്റാണ് അദ്ദേഹം പറയുന്നത്, ബാബാ സാഹേബ് ഇത് പറയുന്നത്. ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ റിലീജിയസ് സാങ്ക്ടിറ്റി ബിഹൈൻഡ് കാസ്റ്റ് ആൻഡ് വർണ്ണ മസ്റ്റ് ബി ഡിസ്ട്രോയിഡ്. ഈ ജാതിയും വർണ്ണവും ഒരു മതത്തിൽ നിന്ന് വരുന്ന സാങ്ക്ടിറ്റി ഇല്ലാതാക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ പോയിന്റ് പറയുന്നത്, സാങ്ക്ടിറ്റി ഓഫ് കാസ്റ്റ് ആൻഡ് വർണ്ണ can be destroyed only by discarding the divine authority of the shastras. ശാസ്ത്രങ്ങൾ ദൈവികമാണെന്നുള്ള വിശ്വാസം ഇല്ലാതാക്കണം. ഇതാണ് ബാബാ സാഹേബ് പറയുന്ന 6 പോയിന്റ്സ്. അതായത് ഇവിടെ ഹിന്ദുയിസത്തിൻ്റെ കൺട്രോൾ, നമ്മുടെ ഈ ബ്രാഹ്മണിക്കൽ, ഈ G11 മതങ്ങളുടെ കൺട്രോൾ നമ്മുടെ മതത്തിൽ നിന്ന് മാറ്റണം. പക്ഷെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി പൂജിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ ഒരു മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആകണം. നമ്മളെ ഉൾക്കൊള്ളാത്ത സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭിമാനവും റെക്കഗ്നൈസ് ചെയ്യാത്ത റിലിജൻ്റെ ഭാഗം നമ്മളാകണോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നാണ് ബാബാ സാഹേബ് അംബേദ്കർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സവർണ ആധിപത്യത്തിൻ്റെ ബേസിസ് നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ 2 പോയിന്റാണ് ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നത്. ഒന്ന്, നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. 2, നമ്മുടെ ഈ ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പറയുന്ന ഈ ബിലീഫ്സ് നമ്മൾ ഇല്ലാതാക്കണം. ജാതിയിലുള്ള വിശ്വാസം ഇല്ലാതാക്കണം. ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ഷൻ നമ്മൾ എങ്ങനെ കാണണം? വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മൾ ഈ പ്രിൻസിപ്പിൾസ്, ഈ ബാബാ സാഹേബ് പറഞ്ഞ 2 പോയിന്റ്, പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കണം. അത് വേണമെങ്കിൽ ആദ്യത്തെ അവിടെ MP ആയി എലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ EWSനെ പിൻവലിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് കമ്മിറ്റ് ചെയ്യണം. നമ്മൾ വോട്ട് ചെയ്യുന്ന MP EWSനെ ഇല്ലാതാക്കണം. പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സെൻസസ് നടത്തിക്കണം. ഇതൊക്കെ ചെയ്യാൻ പ്രതിബദ്ധരായവരെയാണ് നമ്മൾ ഇലക്ട് ചെയ്യേണ്ടത്. അങ്ങനത്തെ ആൾക്കാരില്ല ഇപ്പം നമ്മുടെ മുമ്പിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാബാ സാഹേബ് എന്ത് ചെയ്തതിന്? അപ്പോൾ ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ 2 ആഴ്ചയേ ഉള്ളൂ, പക്ഷേ എന്തെങ്കിലും ഒരു ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വയ്ക്കണം. ഈ MPസിനോട് 2 ഡിമാൻഡെങ്കിലും. പ്രാതിനിധ്യ ജനാധിപത്യം, ഹിന്ദു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഈ സവർണരായിട്ടുള്ള ഈ G11 വിശ്വസിക്കുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുവിസത്തിൽ വിശ്വസിക്കുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരെന്ത് വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ. പക്ഷെ നമ്മൾ മനുഷ്യരല്ല എന്ന് കരുതുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഇല്ലേ, നമ്മൾ മനുഷ്യരല്ല, നമുക്ക് സമത്വമില്ല, നമ്മളെന്തോ ഹീന വസ്തുക്കളാണ് എന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മൾ വോട്ട് കൊടുക്കാൻ പാടില്ല. അവർ വിശ്വസിച്ചോട്ടെ, പക്ഷെ അവർ നമ്മൾ ഭരിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോട്ടെ, നമ്മൾ ഭരിക്കാൻ പാടില്ല, നമ്മുടെ പ്രതിനിധിയാവാൻ പാടില്ല.
അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഈ EWS 2 കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണം. EWSനെ റിവേഴ്സ് ചെയ്യണം, സെൻസസ് നടത്തണം. സെൻസസ് നടത്തിയാലേ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് സെൻസസ് അനിവാര്യമാണ്. ആനുപാതികമായ മതിയായ പ്രാതിനിധ്യമുണ്ടെങ്കിൽ സെൻസസിന് ആനുപാതികമാണ്. ഇപ്പോൾ KPMS തന്നെ വലിയൊരു നേതൃ റോൾ എടുക്കുകയാണ് ഈ സെൻസസിനെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി. ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഈ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയുടെ മുമ്പിൽ കൊണ്ടുവച്ചത്. ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്, ബാബാ സാഹേബ് അംബേദ്കറാണ്, വേറെ ആരുടെ അജണ്ടയല്ല. അത് ഏറ്റവും സുപ്രധാനമാണ്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഒരു സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ ചുവടിലെത്തുകയുള്ളൂ. അതുവരെ ജനാധിപത്യം ഇല്ല. നമുക്ക് ഇത് ഇലക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം ജനാധിപത്യം ആവുന്നില്ല, അത് ആവശ്യമാണ്, പക്ഷെ അത് പോരാ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഏത് കാൻഡിഡേറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബൂത്തിൽ പോകുമ്പോൾ നമ്മൾ ആലോചിച്ച് വോട്ട് ചെയ്യണം. നോ സെൻസസ് നോ വോട്ട്, സപ്പോർട്ട് ഓഫ് EWS നോ വോട്ട് അല്ലേ എന്ന് നമ്മൾ മനസ്സിൽ കരുതണം. അങ്ങനെ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ പറഞ്ഞത് എല്ലാ ഫ്രണ്ടിലും കൺട്രോൾ ചെയ്യുന്നത്, ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും സെൻറ്റർ ആയാലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതേ ആൾക്കാരാണ്. കൊടി വേറെയാണ്, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ മനുവും ഹൃദയത്തിൽ കാവ്യയുമാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. അപ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ആയിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ആലോചിക്കണം. പക്ഷേ തീർച്ചയായിട്ടും ഡോക്ടർ അംബേദ്കർ എന്ത് ചെയ്തേനെ, ഡോക്ടർ അംബേദ്കർ എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും എപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആളുകളെ ബോധവൽക്കരിപ്പിക്കുകയാണ്. നമ്മൾ ബോധവൽക്കരിപ്പിക്കണം. ഇന്ത്യയിൽ 15% ആളുകളുടെ വോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഭരണഘടനയും ജനാധിപത്യവും തകർക്കുന്നത്. അത് ജനാധിപത്യത്തിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഈ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ 2 പോയിന്റ് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി പോരാടണം. നമ്മൾ ഈ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ നമ്മൾ റീകൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ആധ്യാത്മികത, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാഭിമാനം, ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ആധ്യാത്മികതയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ ഒരു ദൃഢനിശ്ചയം എടുക്കണം. നമുക്ക് മനുഷ്യത്വം നിഷേധിക്കുന്ന ഒരു ആധ്യാത്മികതയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ ആധ്യാത്മികത വീക്കാവും. എന്ന് വെച്ചാൽ അതിന് ശക്തി കിട്ടുന്നത് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ എടുത്ത് ആലോചിച്ച് ബോധവൽക്കരിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ വെല്ലുവിളികൾ തുടങ്ങുകയുള്ളൂ, അല്ലാതെ അവസാനിക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഈ അജണ്ടയെ നമ്മൾ മുന്നോട്ട് പോകും. എനിക്ക് എല്ലാ വിശ്വാസമുണ്ട്. ഈ അവസരം എനിക്ക് ഇവിടെ സംസാരിക്കാൻ തന്നതിന് വളരെ വളരെ നന്ദി. സംഘാടകരോട്, കേട്ടിരുന്ന ഈ സദസ്സിനോട് വളരെ താങ്ക്സ്.